കടുവയെ കണ്ട വയനാട് മാനന്തവാടി ചിറക്കരയിൽ RRT സംഘം പരിശോധന നടത്തുകയാണ്. ജനവാസ മേഖലയോട് ചേർന്ന എസ്റ്റേറ്റിലാണ് ഇന്നലെ കടുവയെ കണ്ടത്. കൂടുവെച്ച് കടുവയെ പിടികൂടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫൈസൽ നെടുമ്പാല ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഫൈസൽ, പരിശോധന ഇപ്പോൾ ഏത് മേഖലയിലാണ്? എസ്റ്റേറ്റിനകത്താണോ അല്ലെങ്കിൽ അതിനോട് ഓരം ചേർന്നുള്ള ഭാഗങ്ങളിലാണോ ഇപ്പോൾ പരിശോധന? മഹേഷ്, ഈ തലപ്പുഴ ചിറക്കര എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കടുവയുടെ സാന്നിധ്യമുണ്ട്. ഇന്നലെയാണ് ഈ കടുവയുടെ ദൃശ്യം നാട്ടുകാർ തന്നെ പകർത്തിയത്. രാത്രി വരുന്ന വഴിയിലാണ് ഇവര് ഈ ചിറക്കരയോട് ചേർന്ന പാരിസൺ എസ്റ്റേറ്റിൽ ഈ കടുവയെ കണ്ടത്. അതിന് ശേഷമാണ് വനംവകുപ്പിന്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു പരിശോധന നടക്കുന്നത്. ഇപ്പോൾ ചിറക്കര പാരിസൺ എസ്റ്റേറ്റിനകത്താണ് പരിശോധന നടത്തുന്നത്. വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ കടുവ തിരിച്ച് കാട്ടിലേക്ക് കയറിയിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതി നിലനിൽക്കുകയാണ്. ഒരു ഭാഗം മുഴുവനായും ജനവാസ മേഖലയാണ്. കടുവ ഏതെങ്കിലും തരത്തിൽ ജനവാസ മേഖലയിൽ എത്തുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള അപകടങ്ങൾക്കും ഭീഷണികൾക്കും ഒക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ കടുവയെ കൂടുവെച്ച് പിടികൂടണം എന്നതടക്കമുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നുള്ള നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ക്യാമറ ട്രാപ്പുകൾ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറ ട്രാപ്പുകളിൽ ഏതെങ്കിലും തരത്തിൽ കടുവയുടെ ചിത്രം പതിയുകയാണെങ്കിൽ തുടർന്ന് കൂടുവെക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കും. എന്തായാലും ഈ ഭാഗത്തുള്ള ആളുകളോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ ആരും പുറത്തിറങ്ങരുത് എന്നതടക്കമുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു 2 ആഴ്ച മുമ്പാണ് പുൽപ്പള്ളിയിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായത്. ഇതിപ്പോ കടുവയുടെ പ്രജനന കാലമാണ്. അപ്പോൾ ഫെബ്രുവരി പകുതി വരെ ഈ കടുവ കാട് വിട്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് വനം വകുപ്പ് നൽകിയിരിക്കുന്നത്.